നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അമ്മ എവിടെ? ദാ വരുന്ന ചേച്ചി. എന്താ അമ്മേ, അമ്മയുടെ വിഷമം ഇനിയും മാറിയില്ലേ? ഇല്ല. എന്റെ ഈ തീരുമാനം അച്ഛനെ സാക്ഷി നിർത്തി എല്ലാരോടും പറയണമെന്ന് എനിക്ക് തോന്നി. അധികം ചുറ്റിവളയ്ക്കാതെ തന്നെ ഞാൻ കാര്യം പറയാം. എന്റെ അമ്മയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഞാൻ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ സൂര്യയെ. എനിക്ക് അവനോട് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. അമ്മ, എന്റെ എല്ലാ കണ്ടീഷൻസും അംഗീകരിക്കാൻ അവൻ തയ്യാറായിട്ടുണ്ട്. എന്ത് കണ്ടീഷൻസ്? വേറൊന്നുമല്ല സീതേട്ടാ, കുറഞ്ഞതൊരു 4 വർഷമെങ്കിലും കഴിഞ്ഞേ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. എന്റെ വിഷമം മാറണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്യണം. എന്നാലേ ഇനി ഞാൻ കാരണം ഇവിടെ ആരും കൊല്ലാനും ചാവാനും ഒന്നും പോണ്ട. എന്റെ ജീവിതത്തിൽ എന്നും എന്റെ അച്ഛനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാരോടും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇതിപ്പോ എന്താ ഇന്ന് മാത്രം ഒരു പുതുമ? പിന്നെ നിന്റെ എല്ലാ തീരുമാനങ്ങളും ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്? അല്ലെന്ന് ആര് പറഞ്ഞു? എന്റെ അച്ഛനോട് പറയാതെ ഞാൻ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചത് ആദ്യമായിട്ട് തന്നെയാണ്. എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഓ, ഞാൻ 4 വർഷം അവനോട് പറഞ്ഞോണ്ടാണോ? ആ അതെ, അതന്നെ. ഇപ്പൊ തന്നെ നിനക്ക് വയസ്സ് എത്രയായെന്നറിയാവോ? എന്താ അമ്മ ഇങ്ങനെ? എന്റെ കാര്യമെല്ലാം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഭാനുവിന്റെ ഭാവിയാ എനിക്കിപ്പോ പ്രധാനം. ഇവൾക്ക് അഡ്മിഷനായി കഴിഞ്ഞാ പിന്നെ ആദ്യത്തെ 4 വർഷമെങ്കിലും ഇവക്കൊരു താങ്ങായി ഞാൻ ഉണ്ടാവണം. അത് കഴിഞ്ഞ പിന്നെ അവളെ ഹാൻഡിൽ ചെയ്തോളും. അതുകൊണ്ടാ അമ്മ ഞാൻ അവനോട് 4 വർഷം പറഞ്ഞത്. ഇത് കൊള്ളാം. എന്നെ കെട്ടാൻ പോകുന്ന സൂര്യക്ക് വിഷമമില്ലല്ലോ. കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കൊക്കെയാണോ പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നവും മോളെ. പിന്നെ ഇങ്ങനെ നല്ല തീരുമാനം നിനക്ക് ഇപ്പോഴെങ്കിലും എടുക്കാൻ തോന്നിയല്ലോ, അത് മതി. അതെ, 4 വർഷമാന്ന് കേട്ടപ്പോ ചെറിയൊരു വിഷമം തോന്നി. ഇപ്പൊ അത് മാറി. നീയും സൂര്യയും ഒന്നാകാൻ തീരുമാനിച്ചല്ലോ. എനിക്കത് മതി. സത്യം പറഞ്ഞ ഈ വാർത്ത നിന്റെ നാവിന്ന് കേൾക്കാൻ ഞങ്ങളെല്ലാരും എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയോ? അതെ ചേച്ചി, നിങ്ങൾ തമ്മിൽ ഒന്നാവണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചതാ. അതുകൊണ്ടാ മുഹൂർത്തം വരെ എത്തിയിട്ടും സൂര്യേട്ടന്റെയും പല്ലവിയുടെയും കല്യാണം നടക്കാതെ പോയത്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ഭാവനേച്ചിയും സൂര്യേട്ടനോ ഒന്നിച്ച് ജീവിക്കുമെന്ന്. അതൊന്നോണ, വെറുതെ നമ്പർ ഇറക്കല്ലേ ഭാനു. സത്യമായിട്ടും നുണയല്ലേ ചേച്ചി? ഓ, ഞങ്ങൾ വിശ്വസിച്ചു പോരെ. പിന്നൊരു കാര്യം, ഈ ഒരു 4 വർഷത്തിനുള്ളിൽ എന്റെ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് ആരും എന്റെ പിന്നാലെ വരരുത്, കേട്ടല്ലോ? ഇല്ല, നിന്നെ ആരും ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല, പോരെ? മതി ചെയ്തിട്ട്. അമ്മേ, നമ്മളിപ്പോ കണ്ടതും കേട്ടതും സ്വപ്നമൊന്നുമില്ലല്ലേ? അല്ലടാ, നമ്മളൊക്കെ പല നാൾ കണ്ട സ്വപ്നമാ ഇപ്പൊ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. എന്റെ ഈശ്വര, ഇനിയും നീ തന്നെ എന്റെ മക്കളെ കാത്തോണേ. സൂര്യയോടൊപ്പം ഭാവന എന്നും സന്തോഷത്തോടെ ജീവിക്കണം. അമ്മ വലിയൊരു ചതിയാ എല്ലാരോടും ചെയ്യാൻ പോയതെങ്കിലും അതിലൂടെ ഒരു നല്ല കാര്യം നടന്നില്ലേ? എല്ലാം ചിലപ്പോ ദൈവത്തിന്റെ തീരുമാനമാവും.
അതെന്താ അമ്മേ? അല്ലടാ, നമ്മളെല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചെങ്കിലും ഈ 4 വർഷം അതൊരു വലിയ കാലയളവല്ലേ? അതെ അമ്മേ, അതൊക്കെ ശരിയാ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാവും? അമ്മേ, അവള് സമ്മതിച്ചു തന്നെ വലിയ കാര്യമല്ലേ? സൂര്യ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാകാൻ പോകുന്നത് നമുക്ക് അഭിമാനമല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ തുള്ളിച്ചടാനാ തോന്നുന്നു. അമ്മ സന്തോഷമായിട്ടിരിക്കുക, എല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കും. ദൈവം ചിലർക്ക് വേണ്ടി ചിലരെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് സൂര്യ. അങ്ങനെ എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ നിന്നെ. നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ധ്രുവൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല. സൂര്യ, എന്തായി? കണ്ടോ നീ ഭാവനെ? കണ്ടു വെച്ച നീ അവള് പിടിതരുന്നില്ല അല്ലേ? സാരില്ല, നീ സമാധാനപ്പെട. അധികം വൈകാതെ അവൾ നിനക്കുള്ള മറുപടി തരും. നിന്നെ അവൾക്ക് പിരിയാനാവില്ല എന്ന് തന്നെ പറയും. അങ്ങനെയുള്ളൊരു മുഖ ഞാൻ എന്നവളി കണ്ടേ. അച്ഛനോട് ഞാൻ എന്താ പറയേണ്ടത്? ഭാവനയ്ക്ക് എന്നോട് പ്രണയമുണ്ടെന്നും അവളത് തുറന്നു പറഞ്ഞെന്നും തുള്ളിച്ചാടിക്കൊണ്ട് അച്ഛനോട് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഈശ്വര. ഒപ്പം ധ്രുവന് ഈ ഭൂമിയിലില്ലെന്ന കാര്യം കൂടി ഞാൻ എങ്ങനെ അച്ഛനോട് പറയേണ്ടത്? നീ എന്താടാ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞത് നീ കേട്ടോ? കേട്ടച്ച, ഞാൻ അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് ഭാവനയോടും ചോദിച്ച, പക്ഷേ എൻ്റെ പ്രതീക്ഷയൊന്നും തെറ്റിയില്ല. അവൾ എന്നോട് ആദ്യമായിട്ട് അവളുടെ മനസ്സ് തുറന്നു. എന്നോടുള്ള അവളുടെ പ്രണയം തുറന്നു പറഞ്ഞു. നീ പറഞ്ഞത് സത്യ? അതെ അച്ഛ, ഞാൻ കേൾക്കാൻ കൊതിച്ചിരുന്ന ആ മറുപടി ഇന്നെനിക്ക് കിട്ടി. എന്നിട്ടെന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാതെ? സാധാരണ നീ ഇങ്ങനല്ലോ തുള്ളിച്ചാടാറുണ്ടല്ലോ. എന്താ മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ? നിന്റെ മുഖഭാവം കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നേ. എന്താണെങ്കിലും നീ അച്ഛനോട് പറയാം. അച്ഛാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മറുപടിയാ ഭാവന എന്നോട് പറഞ്ഞതെങ്കിലും മറ്റൊരു കാര്യം കൂടി അവൾ എന്നോട് പറഞ്ഞച്ച. അതെന്താ? അത് കേട്ട അച്ഛൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നീ കാര്യം എന്താ പറ. പ്രതികരിക്കുന്ന കാര്യമൊക്കെ രണ്ടാമതല്ലേ? അച്ഛാ, അച്ഛനറിയാലോ അവളുടെ പ്രശ്നങ്ങള്. അതെല്ലാം മാറുന്നത് വരെ ഞാൻ കാത്തിരിക്കണം. എന്നാലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ. എന്നാലും എത്ര നാള് കാത്തിരിക്കേണ്ടി വരുമെന്നാ അവള് പറഞ്ഞേ? പറഞ്ഞച്ച 4 വർഷം. 4 വർഷം? ഭാവനയ്ക്ക് വേണ്ടി 4 അല്ല, 40 വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. നീ സമാധാനപ്പെട്. അവളതിനോട് പ്രണയം പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് സമാധാനമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടു.